പ്രിയമുള്ളവരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഈ പ്രക്ഷുബ്ധമായ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ, ഇന്ന് മാത്രമല്ല നമ്മുടെ ഭാവി ജീവിതത്തിലും നമ്മൾ 5 കൂട്ടം കാര്യങ്ങൾ വിസ്മരിക്കരുത്. 5 കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എന്ന് പറയുന്ന ആ അക്ഷരത്തിൽ തുടങ്ങുന്ന 5 കാര്യങ്ങൾ, ഡിയിൽ തുടങ്ങുന്ന 5 കാര്യങ്ങൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട 5 കാര്യങ്ങൾ ഇന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ഡി എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ഡെവിൾ, പിശാച്. ഏതൊരു ദൈവവിശ്വാസിയുടെയും പ്രതിയോഗിയാണ് പിശാച്. പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ട PK വർഗീസച്ചൻ നൽകിയ സന്ദേശം ദയവായി തുടർന്ന് ശ്രവിക്കുക. പ്രിയമുള്ളവരെ, ഏതൊരു ഭക്തന്റെയും പ്രതിയോഗിയാണ് പിശാച്. ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഏതൊരു വിശ്വാസിയുടെയും ശത്രുവാണ് പിശാച്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇപ്രകാരം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. പ്രിയമുള്ളവരെ, നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ ബന്ധുമിത്രാദികളോടല്ല, ജഡരക്തങ്ങളോടല്ല, ദുഷ്ടാത്മസേനയോടത്രേ നമുക്ക് ശത്രുതയുള്ളത്, പോരാട്ടമുള്ളത്. അതുകൊണ്ട് ദൈവത്തോട് നാം കൂടുതൽ അടുക്കുന്നുവെങ്കിൽ പിശാച് നമ്മോട് കൂടുതൽ അടുത്ത് വരികയാണ്. കഴിയുമെങ്കിൽ ഭക്തന്മാരെ പോലും നിലംപരിശാക്കുവാൻ സിംഹമെന്ന പോലെ പാഞ്ഞു നടക്കുന്നവനാണ് പിശാചെന്ന് പരിശുദ്ധനായ പത്രോസ്ലീഹ 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടോ എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുകയാണ്. നാം അറിയുന്നില്ല പിശാചിന്റെ പോരാട്ടങ്ങൾ, നാം മനസ്സിലാക്കുന്നില്ല അവന്റെ തന്ത്രങ്ങൾ. പ്രിയമുള്ളവരെ, ഇതൊന്നും അറിയാതെ നമ്മെപ്പോൾ തന്നെ ജീവിച്ചവരാണ് സ്ലീഹന്മാർ. പരിശുദ്ധ സ്ലീഹന്മാർ ക്രിസ്തുവിൽ ആനന്ദിച്ച് അവന്റെ കൂടെ ഇങ്ങനെ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ കണ്ടു നടക്കുമ്പോൾ ഒരിക്കൽ യേശു തമ്പുരാൻ ശീമോനെ വിളിച്ചിട്ട് ശിഷ്യന്മാരോടായിട്ടൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലൂടെ കാണുവാൻ കഴിയും. ശീമോനേ, ശീമോനേ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. പക്ഷേ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. കണ്ടോ, ശിഷ്യന്മാര് പോലും മനസ്സിലാക്കിയില്ല പിശാചിന്റെ ഘോരതന്ത്രങ്ങളെ, അവന്റെ കെണികളെ. ഏതൊരു വിശ്വാസിയുടെയും പ്രതിയോഗിയാണ് പിശാച്. അവൻ അലർന്ന സിംഹം പോലെ നമ്മെ വിഴുങ്ങുവാൻ പാഞ്ഞടക്കുകയാണ്. സങ്കീർത്തന ഭാഗത്തിൽ പ്രകാരം അനുഭവത്തിലൂടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ശത്രു എന്നെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാണത്. യഹോവയാം ദൈവം എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ശത്രു പിശാച് എന്നെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പലപ്പോഴും ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ടല്ലേ നാം പിശാചിന്റെ തന്ത്രങ്ങൾക്ക് വശംവദരാകാതെ ജീവിക്കുന്നത്, പിശാചിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നത്, അവന്റെ ഇംഗിതങ്ങളൊക്കെയും തകർന്നടിയുന്നത് ഈ ദൈവം നമ്മോടുകൂടെ ഉള്ളത് കൊണ്ടാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പിശാച് കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും വിഴുങ്ങുവാൻ പാഞ്ഞു അടക്കുകയാണ്. അവന് ബലഹീനത എവിടെയുണ്ടോ അവിടെ കയറിപ്പറ്റുന്നവനാണ്.
നമ്മുടെ ചെറിയ ബലഹീനതകളെ അവൻ ചൂഷണം ചെയ്യുന്നവനാണ്. ബലഹീനതകളിലൂടെ കടന്നു ചെന്ന് നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. നമ്മുടെ സന്തോഷത്തെ ദുഃഖമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നവനാണ് പിശാച്. നമ്മുടെ കുടുംബജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. അവൻ പല തന്ത്രങ്ങളും മെനയും. പ്രലോഭനത്തിലൂടെ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവനാണ് പിശാച്. ചെറിയ ചെറിയ പഴുതുകൾ മതി, പഴുതു നോക്കി നിൽക്കുന്ന പഴയ പാമ്പെന്ന് അവനെ വിശേഷിപ്പിക്കാറുണ്ട്. പഴുതു നോക്കി നിൽക്കുന്ന പഴയ പാമ്പാണ് പിശാച്. ഈ പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. ചെറിയ ബലഹീനത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് കാര്യമാക്കയില്ല. ഒന്ന് കുടിച്ചാൽ എന്താണ്, അല്പം മദ്യപിച്ചാൽ എന്താ കുഴപ്പം, ഞാൻ വലിയ മദ്യപാനിയൊന്നും അല്ലല്ലോ, ചെറിയ തെറ്റുകൾ ചെയ്താൽ എന്താ കുഴപ്പം, ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നു, വലിയ കള്ളം പറയുന്നില്ലല്ലോ. നമ്മളതിനെ നിസാരമായിട്ടെണ്ണാറുണ്ട്. പക്ഷേ പിശാചിനത് വലുതാണ്. പ്രിയമുള്ളവരെ, ചെറിയ കാര്യം മതി അവനെ അതിലൂടെ കടന്നു കയറുവാൻ. ചെറിയ കാര്യങ്ങൾ മതി. ഞാൻ ഒരു സംഭവ കഥ ഓർത്തു പോവുകയാണ്. ഒരു വലിയ കൊട്ടാരതുല്യമായ ഒരു ഭവനം, പുരയിടം, അതിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ പോവുകയാണ്. വീടും പുരയിടവും വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം കൊടുത്തു. കുറേ ആളുകൾ അത് വാങ്ങിക്കാനായി കടന്നു വന്നു. ഒടുവിൽ ഒരു വ്യക്തിക്കത് തീരുമാനമായി, വില നിശ്ചയിച്ചു, ഉറപ്പിച്ചു, അവന് വിൽക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ആധാരമൊക്കെ എഴുതുമ്പോൾ ഈ വീട് വിറ്റുപോകുന്ന മനുഷ്യൻ വീട് വാങ്ങിക്കാൻ വന്ന മനുഷ്യനോട് ഇപ്രകാരം പറയുകയുണ്ടായി: ഈ വീടും വസ്തുവും എല്ലാം ഞാൻ താങ്കൾക്ക് വിൽക്കാൻ പോകുകയാണ്. എന്നാൽ ഞാൻ കിടന്നിരുന്ന ബെഡ്റൂമിലെ ഭിത്തിയിൽ ഒരാണി തറച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞാണി തറച്ചിട്ടുണ്ട്. ആ ആണി എൻ്റെ വകയാണെന്ന് എഴുതണം. ഈ വാങ്ങിക്കാൻ വന്ന വ്യക്തി മനസ്സിൽ ചിന്തിച്ചു, ഊറിച്ചിരിച്ചു, അയ്യോ, ഇദ്ദേഹം ഒരു മാനസിക രോഗിയാണോ? കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വലിയ കെട്ടിടവും പുരയിടവും ഞാൻ വാങ്ങിക്കുമ്പോൾ നിസ്സാരമായ ഒരു 50 പൈസ പോലും വിലയില്ലാത്ത ഒരു ആണി അദ്ദേഹത്തിൻ്റെ സ്വന്തമാണെന്ന് എഴുതണം. പെട്ടെന്ന് അദ്ദേഹം ഉണർന്നിട്ട് പറഞ്ഞു, അയ്യോ, 1 or 2 ആണി എഴുതിക്കോ, വിഷയമില്ല. അങ്ങനെ ആധാരത്തിൽ എഴുതി. അദ്ദേഹം കിടന്ന റൂമിലെ ഭിത്തിയിൽ തറച്ചിരിക്കുന്ന ഒരാണി അദ്ദേഹത്തിൻ്റെ വകയാണ്, നിസ്സാരമാണ്. വീട് വിറ്റുപോയി, പുതിയ മനുഷ്യൻ താമസക്കാരനായി. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രി സമയത്ത് ഈ വീട് വിറ്റുപോയ മനുഷ്യൻ ഈ പഴയ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് കോളിംഗ് ബെൽ വില്ലമർത്തി. ഈ വീട്ടിൽ പുതിയ താമസക്കാരൻ അവിടെ നിന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് വന്ന് കതവ് തുറന്നു. എന്താ വന്നത്? ആരാ? ഈ വീട് വിറ്റുപോയ മനുഷ്യനാണ് ഞാൻ. ഈ വീട് എൻ്റെ ആയിരുന്നു, ശരിയാ. ഈ പുരയിടം എൻ്റെ ആയിരുന്നു, അതും ശരിയാ. പക്ഷേ എൻ്റെ സ്വന്തമെന്ന് പറയുവാൻ ഒരാണിയുണ്ട്, അതെൻ്റെ വകയാ. അതിനിപ്പോൾ ഈ പാതിരാത്രിക്ക് കയറി വരണമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ആണിയിൽ തൂക്കാൻ ഞാനൊരു സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം സഞ്ചി തൂക്കിയിട്ട് തിരിച്ചുപോയി. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വീട് വിറ്റുപോയ മനുഷ്യൻ തിരിച്ചു വന്നു. കോളിംഗ് ബെൽ വില്ലമർത്തി. സുഖസുഷുപ്തിയിൽ കിടന്നുറങ്ങിയ ആ വീട്ടുകാരൻ എഴുന്നേറ്റ് കഥ തുറന്നു നോക്കിയപ്പോൾ പഴയ മനുഷ്യനാണ്. എന്താ താങ്കൾ വന്നത്? ഈ വീട് എൻ്റെ ആയിരുന്നു, ശരിയാ. ഈ വീട് പുരയിടം എൻ്റെ ആയിരുന്നു, അതും ശരിയാ. ആ ആണി എൻ്റെ വകയായിരുന്നു, അതും ശരിയാ. ആണിയിൽ തൂക്കിയിരിക്കുന്ന സഞ്ചി എൻ്റേതാണ്, അതും ശരിയാ. ആ സഞ്ചിക്കകത്ത് ഇടാൻ വേണ്ടി ഞാനൊരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇടാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തി, സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഒരു ചെറിയ ആണി. 3-4 മാസം കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു. കോളിംഗ് ബെൽ വില്ലമർത്തി. ഈ ഈ വീട്ടിലെ താമസക്കാരന് എഴുന്നേറ്റ് കഥ തുറന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ താങ്കൾ വന്നത്? ഈ വീടും പുരയിടവും എൻ്റെ ആയിരുന്നു, നിങ്ങൾക്ക് വിറ്റതാ, അത് ശരിയാ. ആ സഞ്ചി എൻ്റെയാ, ശരിയാ. ആണി എൻ്റെ, ശരിയാ. ആണിയിൽ കിടക്കുന്ന സാധനവും എൻ്റെയാ, അത് എടുക്കാൻ വന്നതാണ്. പ്രിയമുള്ളവരെ, ഒടുവിൽ സ്വസ്ഥതയില്ലാതെ സമാധാനം നഷ്ടപ്പെട്ട് ഈ പുതിയ താമസക്കാരൻ വീടും പറമ്പും വിറ്റുപോയി എന്നാണ് ആ സംഭവത്തിൽ ഞാൻ വായിക്കാനിടയായത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം ശത്രു ഊതി വീർപ്പിക്കുന്നത്.
ആ നിസ്സാരമായ കാര്യങ്ങളിലൂടെ ആയിരിക്കാം നമ്മെ അവൻ പരാജയപ്പെടുത്തുന്നത്. നമ്മൾ നിസ്സാരമെന്ന് എണ്ണുന്നത് ശത്രുവിന് വലുതാണ്. ഒരു ചെറിയ മദ്യപാനം, അല്ലെങ്കിൽ ഒരു ചെറിയ കള്ളമായിക്കൊള്ളട്ടെ, ഒരലസതയായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ തികഞ്ഞ പരാജയത്തിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് പിശാചിനെ നമ്മൾ വിസ്മരിക്കരുത്. നമ്മെ അപായപ്പെടുത്തുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ, ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുവാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ് പിശാച്. ഈ പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവം തന്നിരിക്കുന്ന വലിയ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരു ഭക്തനായ മനുഷ്യൻ പറയുകയുണ്ടായി, prayer is the only weapon that enemy cannot duplicate. അദ്ദേഹം പറയുന്നത്, ശത്രുവിന് അനുകരിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് പ്രാർത്ഥനയാണ്. പിശാച് മുട്ടുമടക്കയില്ല, പിശാച് പ്രാർത്ഥിക്കത്തില്ല, പിശാച് പാപങ്ങൾ ഏറ്റുപറയുകയില്ല. എന്നാൽ പിശാചിന് അനുകരിക്കാൻ പറ്റാത്തതായ വലിയ ആയുധം കയ്യിലേന്തിക്കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി 2 തുള്ളി കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് അപ്പാ എന്ന് വിളിച്ച് കരയുമെങ്കിൽ നിരന്തരമായി നാം അനുഭവിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും വരുതിക്ക് നിർത്തുവാൻ കഴിയും, തകർത്ത് എറിയുവാൻ കഴിയും. പ്രിയമുള്ളവരെ, പ്രാർത്ഥന മുടക്കരുതേ, ആരാധന മുടക്കരുത്. കുടുംബത്തിൽ ആരാധനയുണ്ടോ? വ്യക്തി ജീവിതങ്ങളിൽ ആരാധനയുണ്ടോ? വിശുദ്ധ വേദപുസ്തകം നാം ദൈനംദിനം വായിക്കാറുണ്ടോ? അത് ഹൃദയസ്ഥമാക്കാറുണ്ടോ? ഉപവസിക്കാറുണ്ടോ? മുഴങ്കാൽ മടക്കാറുണ്ടോ? കുടുംബജീവിതത്തിലെ താളപ്പിഴകൾക്ക് ഒരു മാറ്റം സംഭവിപ്പാൻ തക്കവണ്ണം ഇന്ന് മുതൽ ഒരു കുടുംബ ആരാധന, അതുപോലെ മുഴങ്കാൽ മടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അവിടെ സ്വർഗമായി മാറും. പരസ്പരം കലഹിക്കുന്ന അനുഭവം മാറും, വേദന മാറും, സന്തോഷമുണ്ടാകും. പ്രതിസന്ധികൾ വന്നാൽ അതിനെ അതിജീവിപ്പാനുള്ള കരുത്താർജിപ്പാൻ കഴിയും ഈ പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥനയാണ് ദൈവം നൽകിയ മറുമരുന്ന്. പിശാചിന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ പ്രാർത്ഥന എന്ന ആയുധമാണ് നമുക്ക് മറുമരുന്നായിട്ടുള്ളത്. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം, ധ്യാനിക്കണം. നമ്മുടെ എല്ലാ ക്ലേശങ്ങളെ അതിജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ തിരുക്കാരം നീട്ടിയെടുത്താണച്ചു, ഭയപ്പെടേണ്ടായെന്നു രക്ഷവനെ. എടുത്താണച്ചു, ഭയപ്പെടേണ്ടായെന്നു രക്ഷവനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. നാതൈലം പോൽ നിന്നാമം വീശുന്നതാൽ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.